നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനൂരിക്ഷ്വാഗവേ ബ്രവീദ്. ഭഗവാൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജീവിതം. ജനങ്ങൾക്ക് ഈ മഹത്തായ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യജന്മം യഥാവസരം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാൻ എന്നറിയപ്പെടുന്നു. ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണിത്. ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ഈ ശാസ്ത്രം ത്രേതായുഗ ആരംഭത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. മനുഷ്യവംശ പിതാവായ മനു സ്വപുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഭൗമഗ്രഹത്തിന്റെ രാജാവും ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിന്റെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. 4,32,000 വർഷങ്ങളടങ്ങിയ കലിയുഗത്തിൽ 5000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനു മുൻപ് 8 ലക്ഷം വർഷങ്ങളടങ്ങിയ ദ്വാപരയുഗവും അതിനു മുൻപ് 12 ലക്ഷം വർഷങ്ങളടങ്ങിയ ത്രേതായുഗവും കഴിഞ്ഞുപോയി. അപ്പോൾ മനു തന്റെ പുത്രനും ശിഷ്യനുമായ ഇക്ഷ്വാകുവിന്, അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിന് ഗീതോപദേശം ചെയ്തത് ഏതാണ്ട് 20,05,000 വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,00,000 വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെന്നും കണക്കാക്കിയിരിക്കുന്നു. ഭഗവാൻ തന്റെ ശിഷ്യനായ വിവസ്വാന് ഗീത ഉപദേശിച്ചത് മനു ജനിക്കുന്നതിന് മുൻപാണെന്ന് കരുതുന്ന പക്ഷം ആ സംഭവം കുറഞ്ഞത് 12,04,00,000 വർഷങ്ങൾക്ക് മുൻപ് നടന്നിരിക്കണം. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിൽ 2 ദശലക്ഷം സംവത്സരങ്ങളായി നിലനിന്നു പോരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അത് വീണ്ടും അർജുനന് ഉപദേശിച്ചു. ഭഗവത്ഗീതയെയും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രമാണമാക്കി നോക്കുമ്പോൾ അതിന്റെ ചരിത്രം ഏതാണ്ടിങ്ങനെയാണ്. വിവസ്വാൻ എന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലജാതരായ ക്ഷത്രിയരുടെ ആദ്യ പിതാവായതുകൊണ്ടുമാണ് ഭഗവത്ഗീത വിവസ്വാന് ഉപദേശിക്കപ്പെട്ടത്. ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് ഗീത വേദങ്ങളെപ്പോലെ വിശിഷ്ടമാണ്.